NDRF ഫണ്ട് കേരളത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുകയാണ്. കേരളത്തിന് നൽകുന്നില്ല, എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നു. കേരളത്തിന് 5 പൈസ പോലും ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും, അതായത് NDRF എന്ന് പറയുന്ന ഫണ്ടിൽ നിന്നും നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധം. അത് ഭരണകക്ഷി പ്രതിപക്ഷം ഇല്ലാതെ അവർ ഒരുമിച്ച് അത്തരം കാര്യങ്ങൾ പ്രതിഷേധിക്കുകയാണ്. അത് കോടതിയിലും ഇപ്പോൾ കേസായിട്ട് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ വിഷയം കേസിന് എടുക്കുകയും വാദത്തിനെടുക്കുകയൊക്കെ ചെയ്തു, നടപടി ക്രമങ്ങൾക്ക് എടുത്തു. അവിടെയും ചില ചോദ്യങ്ങൾ കോടതി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കേരളത്തിനെ അവഗണിക്കുന്നത് ചോദിക്കുമ്പോൾ കേന്ദ്രം അങ്ങനെയല്ല, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ചില കണക്കുകൾ NDRF ഫണ്ട് മുമ്പ് കൊടുത്തിട്ടുള്ളതും ഇപ്പോൾ കൊടുത്തിട്ടുള്ളതും ഇപ്പോൾ നിലവിലുള്ളതുമായ ഫണ്ടിന്റെ കണക്കുകളാണ് കേന്ദ്രം അവിടെ കോടതിയിൽ വെച്ചത്. എന്നാൽ കേരളം പറയുന്നത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, അത്തരം ഫണ്ടുകൾ തന്നിട്ടുണ്ട്, പക്ഷെ അത് പോരാ, ഇത്രയും വലിയ ഒരു ദുരന്തം നടന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഫണ്ട് നൽകുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. എന്നാൽ ഇതോടൊപ്പം ചില കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കേരളത്തിനോട് വളരെ അവഗണന കാണിക്കുന്നു കേന്ദ്ര സർക്കാർ. കേരളത്തിന് അല്ലാതെ മറ്റ് ചില പല സംസ്ഥാനങ്ങൾക്കും കൂടുതൽ പണം കൊടുക്കുന്നു എന്നത് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരികയാണ്. പ്രളയം ബാധിച്ച ഹിമാചൽ പ്രദേശില് 66.924 കോടി രൂപ, അതായത് 66,924,000, അതായത് 66.924 കോടി രൂപയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിന് നൽകിയത്. സിക്കിമിന് 221.122 കോടി രൂപ നൽകി. വളരെ കൂടുതലാണ് സിക്കിമിന് കൊടുത്തിരിക്കുന്നത്. തമിഴ്നാടിനും അതിനേക്കാളും വലിയ തുക കൊടുത്തിട്ടുണ്ട്. 276.10 കോടി രൂപയാണ് തമിഴ്നാടിന് ഈ കേന്ദ്ര സർക്കാർ NDRF ഫണ്ടിൽ നിന്നും ദുരിത നിവാരണ ഫണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട് പോലും അത്രയധികം ഫണ്ട് വാങ്ങാൻ സാധിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് കേരളം ഈ പരാതി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, കേരളത്തിന് അർഹമായി കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ പരാതി പറയുന്നതോടൊപ്പം തമിഴ്നാടിന് എന്തുകൊണ്ടാണ് ഈ 276.10 കോടി രൂപ ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം? തമിഴ്നാടുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അത്ര നല്ല ബന്ധത്തിലല്ല. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് കേരള ഗവൺമെന്റുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബന്ധമില്ല എന്നതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അത് അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് തരാത്തത്, ആ ഒരു വിവേചനമാണ് കാണിക്കുന്നതെന്ന് കേരള ഗവൺമെന്റ് പറയുമ്പോൾ അത് നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ തമിഴ്നാടും അതുപോലെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നിട്ടും അവിടെ 276 കോടി 10 കിട്ടിയത് എങ്ങനെയാണെന്ന് എന്തായാലും കേരളം പഠിക്കേണ്ടത് തന്നെയാണ്. ത്രിപുരയിൽ 25 കോടി കൊടുത്തു. വരൾച്ച ബാധിച്ച കർണാടക ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, എന്നിട്ടും കർണാടകയ്ക്ക് 3454.22 കോടി രൂപ മാത്രമാണ് NDRF അനുവദിച്ചത്. അതും കൊടുത്തിട്ടുണ്ട് കർണാടകയ്ക്ക്. അപ്പോൾ അത്രയും തുക കർണാടകയ്ക്ക് ലഭിച്ചിട്ടുണ്ട് വരൾച്ചയുടെ ഭാഗമായിട്ട്. അത് വലിയൊരു തുകയാണ്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ NDRF അനുവദിക്കുമ്പോൾ ദേശീയ ദുരന്ത ലഘൂകരണ ഫണ്ടായി NDRF അരുണാചൽ പ്രദേശിന് 1.833 കോടിയും സിക്കിമിന് 8.35 കോടിയും അനുവദിച്ചു. പക്ഷെ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരന്തം കേന്ദ്ര സർക്കാർ കണ്ട് ബോധിച്ചിട്ടും, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടെല്ലാം ബോധിച്ചിട്ടും ഇതുവരെ NDRF ഫണ്ട് അനുവദിച്ചിട്ടില്ല. കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും ഫിനാൻസ് കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട്, സംസ്ഥാന ദുരന്ത ലഘൂകരണ ഫണ്ടും, ഈ 2 ഫണ്ടും മാത്രമാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. 2026 വരെ ഈ തുക എത്രയാണ് നൽകേണ്ടതെന്ന് മുൻപ് നിശ്ചയിച്ചതാണ്. ആ നിശ്ചയിച്ച തുകയാണ് നൽകിയിട്ടുള്ളത്. അല്ലാതെ ഈ ചൂരൽമല സംഭവം നടന്നതിന് ശേഷം ഒരു തുകയും നൽകിയിട്ടില്ല എന്നാണ് കേരള സർക്കാരിൻ്റെ ആൾക്കാർ പറയുന്നത്. അത് കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായ KV തോമസിന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ ഒരു മറുപടിയിൽ ഇത്തരം കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളം പറയുന്നത് അതൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല, അതൊക്കെ ശരി തന്നെയാണ്, 2026 മുമ്പ് ഇത്തരം തുക തരാൻ തീരുമാനിച്ചാണ്, പക്ഷേ നമ്മൾക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല എന്നതാണ്. അപ്പോൾ മോദി സർക്കാർ വന്ന് കണ്ടിട്ടും എന്തുകൊണ്ട് ഇത്രയും അവഗണന കാണിക്കുന്നു കേരളത്തോട്, പ്രത്യേകിച്ച് വയനാടിനോട്? കാരണം വയനാട് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ ഇന്നലെ അത് KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. വയനാട് രാഹുലിനെയും പ്രിയങ്കയെയും, ഇനിയിപ്പോൾ പ്രിയങ്ക ജയിക്കും, പ്രിയങ്കയും കൂടെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള മണ്ണായി മാറുമ്പോൾ വയനാടിനോട് ബോധപൂർവം കേന്ദ്രം അവഗണന
അവഗണന കാണിക്കുന്നതാണോ എന്ന സംശയം സുധാകരൻ പറഞ്ഞിരുന്നു. അത് ഒരുപക്ഷെ നമ്മൾക്കും അങ്ങനെ തോന്നാതിടയില്ല. എന്തായാലും കേന്ദ്രം കൃത്യമായി കേരളം കണക്ക് കൊടുക്കാത്തതുകൊണ്ടോ കൊടുക്കുന്ന കണക്കിൽ കുഴപ്പമുള്ളത് കൊണ്ടാണോ എങ്കിൽ അത് പരിശോധിക്കണം. അല്ലാതെ കേരളത്തിനെ അവഗണിക്കരുത് കേന്ദ്രം.